ഇവിടെ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കൊണ്ടോട്ടിയിൽ നോക്കിയാണ് അവിടെ നോക്കിയിട്ട് ഒരു ബോർഡ് കാണുന്നത് 100% ജോലി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു പറയാനുള്ള ഒരു ബോർഡ് കാണാം. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി പോണത്. അപ്പൊ നമുക്ക് നേരെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നോക്കാം. ഞാനവിടെ ബോർഡ് കണ്ടിരുന്നു. അപ്പൊ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് 100% ജോലി സാധ്യതകൾ ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും അറിയാൻ വേണ്ടി വന്നാ എന്താ സംഭവം? 14 ദിവസത്തെ കോച്ചിങ് ആണ്. അതിന്റെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അൽഫാമ്, ഷവായ, ഷവർമ, ബ്രോസ്റ്റ്, ഫ്രൈഡ്, കബാബ്, ഇക്ക ഇങ്ങനെയുള്ള അറേബ്യൻ ഐറ്റംസുകൾ 14 ദിവസം നമ്മൾ കോച്ചിങ് ജോലി സംഭവമാണ്. ജോലി നമ്മൾ തന്നെ ആക്കി കൊടുക്കും. ജോലി നമ്മൾ ഗൾഫിലോ നാട്ടിലോ എവിടെയെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം ആ പ്രദേശത്ത് നമ്മൾ ജോലി ഒന്ന് ശ്രദ്ധിക്കും. ഇതെവിടെ കോച്ചിങ് കോച്ചിങ് നമ്മൾ കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പൊ പുതുതായിട്ട് വന്നാണോ? നമ്മൾ പഴയ സ്റ്റുഡൻസ് ഉണ്ട്. എന്റെ പേര് ഷഫീഖ്. അപ്പൊ മുമ്പ് നമ്മുടെ സാറിന്റെ കൂടെ പഠിച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തില് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തെങ്കിലും കോച്ചിങ്ങിന്റെ സമയത്ത് എടുത്ത് വരാറുണ്ട്? ഇടക്ക് വരും. നമ്മള് റിലേഷനൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്നില്ല. ശരിക്ക് എങ്ങനെയായിരുന്നു ഇവിടുന്ന് പഠിച്ചപ്പോ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടിയോ? അതല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം സ്ഥാപനമാണെങ്കിലും പെട്ടെന്ന് നമുക്ക് പിടിച്ച് കയറാൻ പറ്റുമോ? പഠിച്ചുകൊണ്ട് ഗുണം കിട്ടി വയ്ക്കാം. ഞങ്ങള് ഉപജീവനം കണ്ടെത്തുന്ന അതിലുപരി ഞാൻ ഈ മസാലനെ കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടി. ഒരു സൈഡിൽ ജോലി 100% ആക്കി കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അതിനെ പറ്റിയ ഇവിടെ മുന്നേ വന്നിട്ടുള്ള ആരെങ്കിലും ജോലി കിട്ടി അങ്ങനെ ഒരുപാട് ആളുകള് അതായത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്ന ബഹുഭൂരിഷ ആളുകളും അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഷോപ്പുകളിലെല്ലാം ഷവായ, അൽഫാം, ഷവർമ, റോസ്റ്റഡ്, ഫ്രഷ് ജ്യൂസ്, ഷെയ്ക്ക് ഐറ്റംസില് മെയിൻ ഷെഫായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഏതൊരു സ്ഥലത്ത് നിന്നാലും ആദ്യം തന്നെ വാഷിംഗിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു തസ്തികയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടുത്തെ മെയിൻ ഷെഫായിട്ട് എന്ത് ചെയ്യാം, അതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഷവർമയുടെ തന്നെ ഏകദേശം 5 മസാല. അതുപോലെ അൽഫാമിന്റെ 5 മസാല. അൽഫാമിന്റെ 5 അല്ല, 8 മസാല. ഷവായന്റെ തന്നെ 4-5 മസാല. നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് ഒരു കൈപുണ്യം വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ വന്നാലും പിന്നെ അതില് എത്രത്തോണ്ട ഒരു ഇതുണ്ട്. ഇത് പഠിക്കാനായിട്ട് ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാളിൽ ആ കൈപുണ്യം ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹം അത് പഠിക്കാൻ തയ്യാറാവും. അപ്പൊ അവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഉണ്ട്. പിള്ളേര് വരാൻ വെച്ചാൽ മുതിർന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അത്യാവശ്യപ്പെടുന്ന പഠിക്കുക. അല്ലെങ്കിൽ ഇവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവര് അവിടുത്തെ ഇതിന്റെ ജോലി സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവര് ഇവിടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. എന്തെങ്കിലും ജോലി അറിയാം, എനിക്ക് ഇന്ന ജോലി അറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരല്ല നമ്മുടെ സാലറി പറഞ്ഞത്, നമുക്ക് നമ്മുടെ സാലറി പറയാം. കേരളത്തിൽ തന്നെ ഒട്ടുമുക്കാലും നല്ല അറിയപ്പെടുന്ന അറബ് റെസ്റ്റോറന്റിലൊക്കെ ഇവിടുന്ന് പഠിച്ചുപോയ കുട്ടികൾ ജോലി ചെയ്യുന്നത്. പുറത്തു പോകാനുള്ള പ്ലാനാണോ ഇത് പഠിക്കാനുള്ള കാര്യം? ഞാനിപ്പോ ഗൾഫിൽ നിന്ന് ലീവിൽ വന്നാണ്. ഈ ജോലി കണ്ടപ്പോ പഠിക്കാന്നുള്ള ആഗ്രഹമുണ്ട്. വേറെ ജോലി കിട്ടണമെങ്കിൽ നല്ല. അതെ അതെ. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല അവസരമാണ്. ഇവിടെ എന്താ പഠിക്കാൻ വരാൻ കാരണം? ഇവിടെ അതായത് പിന്നെ ഒരു തൊഴിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു ആവശ്യമാണ്. അതായത് സാഹചര്യത്തില് മറ്റുള്ള തൊഴിലുകൾ എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ തൊഴിൽ കിട്ടാനും വേണ്ടി ഇവിടെ 100% പിന്നെ ജോലി സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നാണ് അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ 12 ദിവസമായി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ 3 ദിവസം കൂടി കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. അതെ. അപ്പൊ അതാ നമ്മുടെ പേര് എന്താ പറയുക? റിയാസ്. ജോയൽ എവിടുന്ന് വരുന്നത്? കോട്ടയത്ത് നിന്നാട്ടോ ജോയൽ ഇവിടെ വന്നിരിക്കുന്നത്. 100% ജോലി കൊടുക്കുന്നുള്ള ഒരു ഇത് ഞാൻ കണ്ടിരുന്നു ബോർഡില്. അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് അത് പറ്റിയ അത്രയും ആളുകൾക്കൊക്കെ? നമ്മള് ഹോട്ടൽ മാനേജ്മെന്റും ആളുകളെ ആയിട്ട് കഴിയപ്പുണ്ട്. എംപ്ലോയി ആവശ്യമാകുമ്പോൾ നമ്മൾ വിളിക്കും. അപ്പൊ നമ്മൾ ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അതല്ലാതെ തന്നെ അറേബ്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ഒക്കെ വന്നപ്പോ ആളുകളെ കിട്ടാനില്ലാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, നമ്മുടെ മലയാളികളുടെ സൈഡിൽ നിന്നും ഒരുപാട് ആള് പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അല്ലെ കൂടുതൽ ഹോട്ടലിൽ കയറാൻ പറ്റും. അതുപോലെ തന്നെ വിദേശത്ത് പോവാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മിഷനറീസ് ഒക്കെ എനിക്ക് കണ്ടപ്പോ തോന്നി വിദേശത്തൊക്കെ ഉള്ള നമ്മൾ ചെയ്യുമ്പോ മസാല വെച്ചാൽ ചെയ്യുന്നത് എല്ലാ രാജ്യത്തും അവൈലബിൾ ആയിട്ടുള്ളത് മസാല ആയതുകൊണ്ട് അത് ഈസ്റ്റേന്റെ പൗഡറും കാര്യങ്ങളും വെച്ചിട്ടാണ് എല്ലാ മസാലയും ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ജോലി കിട്ടണം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു എന്താ പറയാ
ഒരു എവിടെയെങ്കിലും ഹോട്ടലിൽ കയറണമെങ്കിൽ നമ്മൾ ഷെഫായിട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആദ്യം പോയിട്ട് നമ്മളില്ലേ ഒരു സ്റ്റാർട്ടിങ്ങിൽ വാഷിങ്ങും അങ്ങനത്തെ ഒരു ക്ലീനിങ് സൈഡിൽ നിന്നൊക്കെയാണ് കയറിയിട്ട് നമുക്ക് വലിയൊരു ഷെഫ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഷെഫ് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും 15 ദിവസം കൊണ്ട് ആവാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കാൻ ദൂരത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കാനെ ഇവിടെ കിട്ടും അല്ലേ, റഹ്മാൻഖാനെ കിട്ടും. റഹ്മാൻക്ക് ഇവിടെ എല്ലാ കാര്യങ്ങൾക്ക് ചെയ്തു തരും. വാട്സപ്പ് ചെയ്യുക, അതിലേക്ക് കോൾ ചെയ്യുക. അവർക്ക് നമ്മൾ ലൈഫ് ലോങ് സപ്പോർട്ട് ചെയ്യുന്നു. ബാക്ക് സപ്പോർട്ടും ഉണ്ട്. ശരി, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയത്തുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.